പ്രാദേശിക തലത്തിൽ ഉണ്ടാകുന്ന വിഭാഗീയതയിൽ തലപുകഞ്ഞ് CPIM. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഏരിയ സമ്മേളനങ്ങൾ ചേരിതിരിഞ്ഞ് നേതാക്കൾ മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. തിരുവനന്തപുരത്തും മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. ലോക്കൽ സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പല ജില്ലകളിലും ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ സെക്രട്ടറിമാർക്കുമെതിരെ പ്രതിനിധികൾ പരസ്യമായി രംഗത്തെത്തിയത്. അത് തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടത്തിപ്പിനെ പോലും ബാധിച്ചു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ 4 ഇടങ്ങളിലെ ലോക്കൽ സമ്മേളനങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. വിവാദങ്ങളും ആരോപണങ്ങളും ശക്തി പ്രാപിച്ചതോടെ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകി. എന്നാൽ ശേഷിക്കുന്ന ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും വേണ്ടെന്ന നിലപാടിലാണ് കൊല്ലം ജില്ലാ നേതൃത്വം. വിഭാഗീയതയുടെ ചുവട് പിടിച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ തൽക്കാലം നടപടി വേണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം മംഗലാപുരത്ത് ഏരിയ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഏരിയ സെക്രട്ടറിയായി തുടരണമെന്ന ആവശ്യം ഉന്നയിച്ച മധു മുല്ലശ്ശേരിയെ ഔദ്യോഗിക പക്ഷം തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തി. മധു പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് CPIM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആൾ സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, കൊടുമൺ ഏരിയ കമ്മിറ്റികളിലാണ് വിഭാഗീയതാ സ്വരം ശക്തമായിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. തുടർന്ന് അഡ്വക്കേറ്റ് ആർ രാജീവ് ഏരിയ സെക്രട്ടറിയായി. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തി പ്രാപിച്ചു. തിരുവല്ലയിൽ വിഭാഗീയതയ്ക്ക് കാരണക്കാരനായ തിരുവല്ല ലോക്കൽ നോർത്ത് സെക്രട്ടറിയെ ഒഴിവാക്കി. എന്നിട്ടും പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പ് അവസാനിക്കുന്നില്ല. സാധാരണഗതിയിൽ ജില്ലാ സമ്മേളനങ്ങളിൽ തല ഉയർത്താറുള്ള വിഭാഗീയത ഇപ്പോൾ തെക്കൻ ജില്ലകളിലെ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും തല ഉയർത്തിയത് സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയായി മാറുകയാണ്.